നമസ്കാരം, ഞാൻ ഡോക്ടർ പി.ഇ. എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ, അലർജി ആൻഡ് ക്രോണിക് ഡിസീസ് സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്, കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ എൻ്റെ ചികിത്സയിൽ അതിശയകരമായ വിധത്തിൽ രോഗം മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന ചിലരുടെ അനുഭവങ്ങളും അവരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാംസുമാണ്. അതിൽ ആദ്യത്തേത് ശ്രീ ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിനിപ്പോൾ 70 വയസ്സിന് മുകളിലുണ്ട്. കോട്ടയത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പക്കൽ അദ്ദേഹം ആസ്മയുടെ ചികിത്സയ്ക്കാണ് വരുന്നത്. വളരെയധികം ആശുപത്രികളിലും എല്ലാത്തരം ചികിത്സാരീതികൾ, ആയുർവേദവും ഹോമിയോപ്പതി എല്ലാം വ്യത്യസ്തമായി അദ്ദേഹം പരീക്ഷിച്ചു. കാര്യമായ പ്രയോജനം കിട്ടിയില്ല. അങ്ങനെയാണ് എന്നെപ്പറ്റി അറിഞ്ഞ് എനിക്ക് തോന്നിയാണ്ട് ഒരു 15 വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രശേഖരൻ ആദ്യം എൻ്റെ അടുത്ത് വരുന്നത്. വളരെ വിശദമായി പരിശോധിച്ചു. ലങ് കപ്പാസിറ്റി നോക്കിയാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണ്, എൻ്റെ 50% അടുത്ത് അന്ന് കപ്പാസിറ്റി ഉള്ളൂ. ചന്ദ്രശേഖരന് ഞാൻ ഭക്ഷണരീതി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ രീതി കൊടുത്തു. അതോടുകൂടി നെഞ്ചില തുണി ചുറ്റുന്ന ടെക്നിക്ക്, അതുപോലെ തന്നെ ഭക്ഷണത്തിലെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ചില നിയമങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുകൂടാതെ തന്നെ ലഘു വ്യായാമങ്ങൾ, പിന്നെ യോഗാസനങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. മരുന്നുകളും വളരെ നിസ്സാരമായ ഹോമിയോയിലുള്ള ചില മരുന്നുകളും കൊടുത്തു. 1-2 വർഷം കൊണ്ട് ശ്രീ ചന്ദ്രശേഖരൻ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടി. അതിനു മുൻപ് രോഗം കൂടുമ്പോഴെല്ലാം ഇൻഹേലറും ഇഞ്ചക്ഷനും എല്ലാം എടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇന്ന് ഒന്നുമില്ലാത്ത ഒരു സ്റ്റേജിൽ ശ്രീ ചന്ദ്രശേഖരൻ വന്നു. ആസ്മയുടെ ചികിത്സ നിർത്തി. അദ്ദേഹം കൃഷിപ്പണി ചെയ്യുന്നയാളാണ്. കൃഷിപ്പണിയിൽ ഫുള്ളി വ്യാപൃതനായിട്ട് പോവുകയായിരുന്നു. ഏതാണ്ടൊരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ശ്രീ ചന്ദ്രശേഖരന് ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരാളുടെ മകൻ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം നടക്കാൻ മേല. കാരണം ചന്ദ്രശേഖരന് പിന്നെ കൈപ്പത്തിയുടെ ഉള്ളിലും കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലും രണ്ട് കാലിൻ്റെയും 2 കൈയുടെയും ഒരു ത്വക്ക് രോഗം വന്നിട്ട് അതിനും മേജർ ഹോസ്പിറ്റലിലും മെഡിക്കലിലും ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. വ്യത്യസ്തമായ ചികിത്സകൾ ചെയ്തു. കാര്യമായ പ്രയോജനം കണ്ടില്ല. അവസാനം എൻ്റെ അടുത്ത് വന്നു. അത് പരിശോധനയിൽ പ്ലാന്റാർ ആൻഡ് പാമാർ സോറിയാസിസ് ആയിരുന്നു. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് സോറിയാസിസ് വരാറുണ്ട് കൈയുടെ ഉള്ളിലും. ഇന്ന് വളരെയധികം കേസുകൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനും സംയോജിത ചികിത്സയിൽ, എൻ്റെ ചികിത്സയിൽ ഞാൻ ഓയിൻമെൻറ്റുകളൊന്നും കൊടുക്കാറില്ല. ഉള്ളിലോട്ടുള്ള മരുന്നുകൾ തന്നെ. കാരണം ഞാൻ മുൻ ചില എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ശ്വാസകോശ രോഗവും അല്ലെങ്കിൽ ആസ്മയും ത്വക്ക് രോഗമായിട്ട് വളരെ വലിയ ബന്ധമുണ്ട്. 100 ആയിരക്കണക്കിന് രോഗികളെ പരിശോധിച്ചുള്ള എക്സ്പീരിയൻസിൽ ഇത് തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്, ശ്വാസകോശവും ത്വക്ക് രോഗവും. അപ്പോൾ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഹെറിങ്സ് ലോ എന്ന് പറയും. അതായത് ഉള്ളിലെ രോഗം ക്യൂറായതിനു ശേഷം മാത്രമേ ത്വക്കിലെ രോഗം മാറുകയുള്ളൂ. ത്വക്കിൽ ശ്വാസകോശത്തിലെ രോഗം അല്ലെങ്കിൽ ആസ്മ മാറിയതിന് ശേഷം ത്വക്കിലൊരു രോഗം വരിക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ലക്ഷണമായിട്ടാണ് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിലും ആയുർവേദത്തിലുമൊക്കെ അത് എടുക്കുന്നത്. അതിനെ ഹെറിങ്സ് ലോ എന്നാണ് ഹോമിയോപ്പതിയിൽ പറയുന്നത്. അത് ബോഡി ക്ലിയർ ആകുന്ന അല്ലെങ്കിൽ പൂർണ്ണമായ രോഗത്തിൽ നിന്ന് വിമുക്തി നേടുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ത്വക്കിലേക്ക് ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഇതിനും ഞാൻ ചികിത്സ കൊടുത്തു. പഥ്യമുണ്ട്. ഏതാണ്ട് 1 മാസം കൊണ്ട് തന്നെ 50% ശ്രീ ചന്ദ്രശേഖരൻ്റെ രോഗം മാറി. അതും ഏതാണ്ടൊരു 1 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് എടുത്തു. വൈറ്റമിൻസും ധാരാളം കൊടുത്തു. വൈറ്റമിൻസും എല്ലാം ചികിത്സ പൂർണ്ണ ആരോഗ്യവാനായിട്ട് കൈയും കാലും എല്ലാം പൂർണ്ണ ഹെൽത്തിയായി. ഇപ്പോൾ എനിക്ക് തോന്നുന്ന 5 വർഷത്തിൽ കൂടുതലായി. ഇപ്പം മരുന്നുകളൊന്നുമില്ല. പൂർണ്ണ ഇടയ്ക്ക് തന്നെ കാണാൻ വരാറുണ്ട്. പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുകയാണ്. ശ്രീ ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അത് കേൾക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വിഷയങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. എൻ്റെ പേര് ചന്ദ്രശേഖരൻ നായരാണ്.
എനിക്ക് ഇപ്പോഴത്തെ പ്രായം എനിക്ക് 65 വയസ്സായി. പിന്നെ ഞാൻ 2001 മുതൽ എനിക്ക് ആസ്മയുടെ അസുഖം വളരെ കഠിനമായിരുന്നു. അത് 2001, 2002 മുതൽ 2004 വരെ ആയുർവേദ ചികിത്സ, അലോപ്പതി ചികിത്സ ചെയ്തു. അതിന് ഒരു കുറവ് അതിനുണ്ടായില്ല. അവിടെ അതിങ്ങനെ കൂടി വന്ന് 2004 വരെ ആയപ്പോഴത്തേക്കും ശ്വാസം പോകാതെ വന്നു, ചുമ നിൽക്കാതെ വന്നു, പനി മാറാതെ വന്നു, രാത്രി ഉറക്കമില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഇവിടെ നമ്മുടെ ഈ കോഴി ക്ലിനിക്കില് സംഗമത്തിൽ വന്നത്. അന്ന് മുതൽ 2004 മുതൽ ചികിത്സ തുടങ്ങി. ആഹാരത്തെ കൃത്യമായിട്ട് നോക്കി, പിന്നെ യോഗയുടെ ചികിത്സയുടെ കുറേ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ 3 വർഷം തുടർച്ചയായിട്ട് 2007 അവസാനം വരെ ചികിത്സ തുടർന്നു. കൃത്യമായിട്ട് ആഹാരപഥ്യവും കൃത്യമായിട്ടുള്ള പഥ്യവും യോഗയും ചെയ്ത് 2007 അവസാനമായപ്പോഴേക്കും ഏതാണ്ട് പൂർണ്ണമായിട്ട് മാറി. അതിനുശേഷം വല്ല ജലദോഷവും കുറേശ്ശൊക്കെ പനി വന്നാൽ ഇവിടെ വന്ന് മരുന്ന് മേടിക്കും പോകും. അത് കഴിഞ്ഞ് അങ്ങനെ തുടർന്ന് വന്നിട്ട് യോഗ ചെയ്തുകൊണ്ടിരുന്നില്ല സ്ഥിരമായിട്ട് യോഗ. അതുകൊണ്ട് കിട്ടിയ ബെനിഫിറ്റ് അതുകൊണ്ട് പിന്നെ ശ്വാസം മുട്ടലോ ശരീരത്തിന് തളർച്ചയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജോലി ചെയ്തോണ്ടില്ല, കൃഷിപ്പണി ചെയ്യുന്നില്ലായിരുന്നു. കൃഷിപ്പണികൾ ചെയ്യും. 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ വരെ കാലാവസ്ഥ നല്ലതാണെങ്കിൽ ജോലി ചെയ്യും. മഴയും അങ്ങനെ മഴ നനയാറില്ല. മഴ നനഞ്ഞാൽ ചെറിയ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാകും. അങ്ങനെ 2004 ആയപ്പോഴത്തേക്കും 2014 ആയപ്പോഴത്തേക്കും അതിന്റെ പിന്നെ സൈഡ് എഫക്റ്റ് കൈയിലെല്ലാം വരഞ്ഞു കയറി. ത്വക്കിന് ചൊറിച്ചിലുണ്ടായി. കാലിന്റെ ഭാഗത്തിലും ഇല്ലായിരുന്നു. കാലിന്റെ ഭാഗം മുഴുവൻ പൊട്ടിയിട്ട് പിന്നെ വരഞ്ഞു നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വിണ്ടു കീറിയിട്ട് കാല് നീര് വെച്ചിട്ട് യാതൊന്നും നടക്കാനും എടുക്കാനും മേലാതെ വന്നു. അതിനെന്തൊക്കെ ചികിത്സ ചെയ്തു? അതിന് മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തു. പിന്നെ സ്കിന്നിന്റെ ഡോക്ടർമാരെ കണ്ടു. ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സിച്ചു. 2 മാസക്കാലത്തോളം ആയുർവേദത്തിൽ ചികിത്സിച്ചു. യാതൊരു കുറവുണ്ടായില്ല. ചൂളാൻ കാല് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. വണ്ണം വെച്ചിട്ട് ചെരുപ്പ് പോലെടുത്തില്ലാണ്ടായി. നീരുകൊണ്ട് വേദന സഹിക്കാനായി, രാത്രി ഉറക്കമില്ലാണ്ടായി. എല്ലാം വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മളിവിടെ ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നു. 30 ദിവസം കൊണ്ട് കാല് നിലത്ത് കുത്താറായി. 30 ദിവസം കൊണ്ട് കാല് നിലത്ത് കുത്താറായി കഴിഞ്ഞു. 90 ദിവസം ആയപ്പോഴത്തേക്കും വീണ്ടും പഴയ രീതിക്ക് നടക്കാനുള്ളതായ സാഹചര്യം ഇതിൽ നിന്നും ഇപ്പം ഏതാണ്ട് 2 വർഷം ആകാൻ പോകുന്നു. ഇപ്പൊ അതിന്റെ യാതൊരു കംപ്ലൈന്റും ഇല്ല. പൂർണ്ണമായിട്ട് കൈന്ന് കാണിച്ച് കൈയെല്ലാം ഓക്കെ അല്ലേ? ഇതെല്ലാം പൊട്ടിക്കേറി ഒന്ന് പിടിക്കാൻ പോലും മേലായിരുന്നല്ലോ. കൈ ചോറുണ്ണാൻ പോലും പറ്റില്ല. ചോറുണ്ണാനോ കഞ്ഞി കുടിക്കാനോ പറ്റിയാലെന്ന് പിന്നെ കൈ മുണ്ടെടുക്കാൻ പോലും പറ്റാതെ. ഇപ്പം 2 വർഷത്തെ പൂർണ്ണമായ പിന്നീടുള്ള ചികിത്സ പൂർണ്ണമായി. ചെരുപ്പില്ലാതെ 10 കിലോമീറ്റർ വരെ നടക്കാം. ഇപ്പോഴും കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നില്ലേ? കൃഷിപ്പണി ചെയ്യുന്നുണ്ട്, പറമ്പിൽ ജോലി ചെയ്യുന്നുണ്ട്, യോഗയും ചെയ്യുന്നുണ്ട്. യോഗയെ പറ്റി ഒന്ന് പറഞ്ഞു. യോഗ ചെയ്തുകൊണ്ട് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല, മൂക്കടപ്പ് ഉണ്ടാകുന്നില്ല, ജലദോഷം ഉണ്ടാകുന്നില്ല, ക്ഷീണം അന്നൊന്നും ഉണ്ടാകുന്ന ക്ഷീണങ്ങൾ പൂർണ്ണമായിട്ട് 4 മുതൽ 5 മണി വരെ അരമണിക്കൂർ ചെയ്യും. അരമണിക്കൂർ കൃത്യമായി 3/4 മണിക്കൂർ ചെയ്യും. അത് പിന്നെ ഒരു ആഴ്ച 6 ദിവസമെങ്കിലും 5 ദിവസമെങ്കിലും കൃത്യമായിട്ട്. അത് 4 മണിക്ക് എഴുന്നേൽക്കും, 4:30 മണി 5 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ 4 കിലോമീറ്റർ നടക്കും. കാലാവസ്ഥ നല്ലതാണ്. ഇന്ന് വരെയും പിന്നെ അന്ന് ആഴ്ചയില് ഈ അസുഖമൊക്കെ വരുമ്പം ശ്വാസം മുട്ടുള്ള സമയത്തൊക്കെ 10 ഇഞ്ചക്ഷൻ ഒന്നിച്ച 5 ദിവസം അങ്ങനെ എടുത്തോണ്ടിരുന്ന 10 ഇഞ്ചക്ഷൻ വരെ എടുക്കാൻ ഈ ശ്വാസം മുട്ടുള്ള. ഇന്ന് ആയുർവേദ സൂചി എന്ന് പറയുന്നത് ഇവിടെ ചികിത്സിക്കുന്നതിന്റെ സൂചി ശരീരത്തിൽ കേട്ടിട്ടില്ല. ഒരു ഇഞ്ചക്ഷൻ. ഇതുവരെയുള്ള ചികിത്സയിൽ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ പറ്റി എന്താ തോന്നുന്നത്? പിന്നെ എരിവ്, പുളി, അല്ല അതിനെ പറ്റി എന്താ അഭിപ്രായം? അത് ഏറ്റവും പ്രധാനമാണെന്ന് തോന്നുന്നില്ലേ? ഏറ്റവും ആഹാരം പത്തി കയറ്റിയാൽ ശ്വാസം മുട്ടലൊക്കെ പിന്നെ കുറേശ്ശെ ഉണ്ടാവും. കൃത്യമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തെ ആഹാരം 6:30 എന്നും കഴിക്കും. അതല്ലാതെ പിന്നീട് അതിന് വേറെ ആഹാരം ഇല്ല. അത് ഗോതമ്പ് കഞ്ഞി അങ്ങനെയുള്ള എന്തെങ്കിലും പുളിപ്പൊന്നും ഇല്ലാത്ത നല്ല ആഹാരങ്ങൾ കൂടെ ഉള്ളത് മാത്രം. ഉച്ചയ്ക്ക് പച്ചക്കറികൾ എന്തെങ്കിലും വല്ലപ്പോഴൊക്കെ ശകലം മത്സ്യമാംസം ഒരു മാസം ആവശ്യം. ഒരു കുഴപ്പമില്ല. നേരം പിന്നെ പാല് ഒഴിച്ച ചായകള്, തണുത്ത തൈര് ഉപയോഗിക്കാൻ.
രാവിലെ ചിലപ്പോൾ ഒരു 2 കഷ്ണം പുട്ടോ അതല്ലെങ്കിൽ ഇടിയപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷെ വൈകിട്ടത്തെ ഭക്ഷണം ഗോതമ്പല്ലാതെ ഒന്നും കഴിക്കാറില്ലല്ലോ. ഒന്നുമില്ല, ഗോതമ്പ് കഞ്ഞി അതല്ലെങ്കിൽ വെറുതെ ചുമ്മാ ചപ്പാത്തി. ആദ്യം ഇവിടെ വരുമ്പോ കഫത്തിനകത്ത് ഭയങ്കരമായിട്ട് കഫം വരികയില്ലായിരുന്നു. ഇപ്പൊ ഒരു തുള്ളി കഫം വരാറുണ്ടോ? അപ്പൊ കഫം ഉണ്ടാകുന്നത് ഭക്ഷണത്തിൽ നിന്നാന്നുള്ള ഇവിടെ വന്നപ്പോ മനസ്സിലായോ? ഇതിനു മുമ്പ് ഏതെങ്കിലും ഡോക്ടർ അതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇപ്പൊ ഈ കൃത്യമായ രീതിയിൽ നമുക്ക് നടക്കുന്ന ഈ ആഹാര ഇപ്പൊ ശ്വാസം മുട്ടലില്ല. എത്ര കിലോമീറ്റർ വരെ നടക്കാം, ശ്വാസം മുട്ടൽ വരുന്നില്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ പൂർണ്ണ സംതൃപ്തനും പൂർണ്ണ ആരോഗ്യവാനുമാണോ? പിന്നെ സംശയമില്ല. രാത്രി നേരിട്ട് ചമച്ചിട്ട് നേരം വെളുപ്പിക്കുന്നതിനെ പോലെ ചുമയായിരുന്നു അന്നൊക്കെ. അപ്പൊ അങ്ങനെ അന്ന് ഇവിടെ വന്ന് നമ്മൾ 2004 വന്നേക്കും ഇന്നുവരെ ചുമച്ചിട്ടില്ല. 3 മാസം ചികിത്സ ചുമയുണ്ടായിട്ടില്ല. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കുമെല്ലാം ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അവരിലേക്കും ഇതിനെപ്പറ്റിയുള്ള മെസ്സേജ് പകർന്നു കൊടുക്കുക. നന്ദി, നമസ്കാരം.